നടൻ ജഗദീഷ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം സിദ്ദിഖിന്റെ പരാമർശത്തെ ഖണ്ഡിച്ചുകൊണ്ട് അതിന് മറ്റൊരു നിലപാട് സ്വീകരിച്ചു. അത് പൊതുവെ സിനിമാ ലോകത്ത് വലിയ അംഗീകാരം കിട്ടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ജഗദീഷിന്റെ നിലപാട് അമ്മയെ പ്രതിസന്ധിയിലാക്കി. ഈ അമ്മയുടെ ഭരണസമിതി ഇപ്പോൾ രാജിവെക്കാനിടയായ സാഹചര്യം പോലും ജഗദീഷ് നിലപാടാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും മറ്റും വന്നിട്ടുണ്ട്. ജഗദീഷ് അല്പസമയത്തിനകം വീണ്ടും മാധ്യമങ്ങളെ കണ്ട് തന്റെ ഭാഗം വിശദീകരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അത് സംഭവിച്ചേക്കാം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അമ്മ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. ശ്രീ ജോർജ് ജോസഫ് ടെലിഫോണിലുണ്ട്. ജോർജ് ജോസഫ്, 18ഓളം പരാതികൾ ഇതിനകം വിവിധ പോലീസ് സ്റ്റേഷനുകളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടിമാരുടേതായി വന്നിട്ടുണ്ട്. ഇതിനകം പരാതികൾ വരട്ടെ, അന്വേഷിക്കാം എന്നായിരുന്നല്ലോ സർക്കാർ നിലപാട്. പരാതികളില്ലാതെ ഒന്നും പറ്റില്ല എന്ന് നിലപാട് വ്യക്തമാക്കിയവരാണ് സാംസ്കാരിക മന്ത്രിയും മറ്റ് സർക്കാരിലെ പ്രമുഖരും മറ്റും. ഇപ്പോൾ പരാതികൾ ആവശ്യത്തിനുണ്ട്. ഇനി എന്താണ് നടപടി സ്വീകരിക്കേണ്ടത്? ശ്രീ ജോർജ് ജോസഫ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം അല്പസമയത്തിനും അദ്ദേഹത്തിലേക്ക് എത്താം എന്നും കരുതുന്നു. ഏതായാലും പരാതികൾ പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചു. മിനു മുനീർ അല്പസമയത്തിനകം കൊച്ചിയിലെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകും എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കൂടി ചേർത്ത് വായിക്കണം. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഈ എന്തായാലും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിവരം, ഈ സോഷ്യൽ മീഡിയകൾ പോലും ഈ താരങ്ങൾ ഉപേക്ഷിച്ചു. അതിൽ പ്രതികരണങ്ങളൊന്നും നടത്താത്ത ഒരു പശ്ചാത്തലം കൂടി ഇപ്പോൾ ചേർത്ത് വായിക്കണം. അങ്ങനെ പൂർണ്ണമായും നിശബ്ദരായിക്കൊണ്ട് എത്ര നാൾ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊരു പ്രശ്നമുണ്ടല്ലോ. സഹതാരങ്ങൾ ഒന്നൊന്നായി കേസുകളിൽ കുടുങ്ങുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ കൂട്ടായ ഒരു തീരുമാനം വേണം. സിനിമാ മേഖല എന്ന ഇൻഡസ്ട്രി, നേരത്തെയൊക്കെ നമ്മുടെ വിനുമോഹനൊക്കെ പറഞ്ഞതുപോലെ എത്രയോ ആളുകൾ ഉപജീവനം നടത്തുന്ന ഒരു മേഖലയാണ്. അതിന്റെ വിശ്വാസ്യത തകരുക എന്ന് പറഞ്ഞാൽ, അതും ജനത്തെ അകറ്റുക എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രശ്നമാണല്ലോ. രഞ്ജിത്ത്, ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ സംഘം, പ്രത്യേക അന്വേഷണ സംഘം മിനു മുനീറിന്റെ ആലുവയിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് മുൻപാണ് അവർ എത്തിയത്. ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി വിശദമായിട്ടുള്ള മൊഴിയെടുക്കും. ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ മിനു മുനീറിന്റെ തീരുമാനമെന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിച്ചത്? ഈ നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നോ? അതിൻ്റെതായിട്ടുള്ള തെളിവുകളുണ്ടോ? ഇന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ നമുക്ക് അത് ജി പൂങ്കുഴലിയുടെ പ്രതികരണം ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ പരാതി നൽകിയ ഓരോ താരങ്ങളുടെയും ഈ ഓരോ നടിമാരുടെയും മൊഴിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നടൻ ജഗദീഷ് ഇവിടെ ഈ സംഭവ സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഹണി റോസ് അടക്കമുള്ള താരങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളുള്ളത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ ജഗദീഷിന്റെ സാന്നിധ്യവുമുണ്ട്. ജഗദീഷ് ഇതിനു ശേഷം ഏതൊരു ചടങ്ങ് നടക്കുകയാണ്. അതിനുശേഷം ജഗദീഷ് ഇവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹണി റോസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിൽ പങ്കെടുത്ത ശേഷം ഹണി റോസ് മടങ്ങുകയാണ്. നടൻ ജഗദീഷുണ്ട്. മറ്റു ചില താരങ്ങളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജഗദീഷിന്റെ പ്രതികരണം വളരെ നിർണായകമാണ്. കാരണം ജഗദീഷിന്റെ നിലപാടാണ് അമ്മ എന്ന സംഘടനയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ള ഒരു ആക്ഷേപം പല താരങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറമായി ജഗദീഷ് എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്ന വലിയൊരു വിഭാഗം കൂടിയുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇപ്പോൾ ഏറ്റവും പുതിയൊരു സംഭവവികാസം, ഈ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ കൂടി സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന ആവശ്യം വിനയൻ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിനയന്റെ കത്തിലെ പൂർണ്ണരൂപമായി ഒരു കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് വിനയൻ ആവശ്യപ്പെടുന്നത്? ഈ 137 മുതൽ 141 വരെയുള്ള പേജുകളിൽ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച വിധിയെപ്പറ്റി അടക്കം പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ കോമ്പറ്റീഷൻ കമ്മീഷനിൽ കേസിന് പോയി അമ്മ സംഘടനയ്ക്കെതിരെ വിജയിച്ച ഒരു വ്യക്തി കൂടിയാണ്, ഫെഫ്കയ്ക്ക് മറ്റെതിരെ വിജയിച്ച ഒരു വ്യക്തി കൂടിയാണ് വിനയൻ. രഞ്ജിത്ത്, അത് തന്നെയാണ് വിനയൻ സൂചിപ്പിക്കുന്നത്. കാരണം ഈ കാര്യത്തിൽ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഫെഫ്കയ്ക്കും ഈ രീതിയിൽ പെനാൽറ്റി അടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ വിധി ഈ രണ്ട് സംഘടനകൾക്കും എതിരായിരുന്നു. ഈ രണ്ട് സംഘടനകളുടെയും അതായത് തൊഴിലാളിപരമായ അത്തരം കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളിൽ പെനാൽറ്റി അടച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ സംഘടനകളും വ്യക്തിപരമായും തന്നെയും ഇവർക്ക് ഇതിൽ ഈ കോടതിയിൽ ഈ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുള്ളതുമാണ്. ഇതിനെതിരെ ഇവർ സമർപ്പിച്ച ഹർജികളും എല്ലാം തന്നെ തള്ളുകയും സാഹചര്യമുണ്ട്. ഇവരുടെ അപ്പീലുകൾ തള്ളി ഇവർക്ക് നൽകിയ പെനാൽറ്റി നൽകിയ ശിക്ഷ ശരിവെച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നയരൂപീകരണ സമിതി അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇത് ഒഴിവാക്കേണ്ടതാണ്. ഈ ഫെഫ്ക സെക്രട്ടറി വി ഉണ്ണികൃഷ്ണനെ കേരള സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ മുഖ്യമന്ത്രിക്ക് അയച്ചൊരു കത്തുണ്ട്. അതിൽ കോമ്പറ്റീഷൻ കമ്മീഷന്റെ 2014 വിധിയുമായൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്? അല്ല, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നെ ഇവിടെ ഈ മൈക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന തകർത്തതിന് ശേഷം എന്നെ 12 വർഷത്തോളം ഇവിടുത്തെ സിനിമ സംഘടനകളെല്ലാം കൂടി ചേർന്ന് വിലക്കി നിർത്തിയ കാര്യമൊക്കെ. അപ്പം അതില് ഞാനത് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയിരുന്നു. അതിനകത്ത് അമ്മ എന്ന സംഘടനയ്ക്കും ഫെഫ്ക എന്ന സംഘടനയ്ക്കും അതിന്റെ ഭാരവാഹികൾക്കുമൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഫൈൻ അടിച്ചിരുന്നു. അവര് തെറ്റ് ചെയ്തു, അവര് തൊഴിൽ നിഷേധം നടത്തി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഫൈൻ അടിച്ചത്. അവിടെ ഏറ്റവും വലിയ ശിക്ഷയൊക്കെ ഫൈനൊക്കെയാണ്, അല്ലാതെ ജയിൽ ശിക്ഷയൊന്നുമല്ല. അപ്പൊ അങ്ങനെ അത് അവര് സുപ്രീം കോടതി ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി ആ ശിക്ഷ ശരിവെച്ചു. അങ്ങനെ 2020 സുപ്രീം കോടതി എന്നുള്ള വിധിയുണ്ടായി. അങ്ങനെ ഒരു കുറ്റവാളിയാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു വ്യക്തി നയരൂപീകരണ സമിതിയിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നടത്തിയ ഫൈറ്റിൽ നിന്നും ഒരർത്ഥമില്ലാതാകുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് ബഹുമാന്യായ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു നടപടി എടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ ഈ അമ്മയുടെ ഭാരവാഹികൾ ഒന്നാകെ ഒഴിഞ്ഞൊരു സാഹചര്യം അതേതെങ്കിലും തരത്തിൽ ഉചിതമാണോ ശ്രീ വിനയൻ? കാരണം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടി അമ്മ കടന്നു പോകുന്നൊരു പശ്ചാത്തലമുണ്ട്. തുടർച്ചയായി അമ്മയിലെ അംഗങ്ങൾക്കെതിരെ പരാതികൾ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരമൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ള യുവതാരങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുള്ളതല്ലേ? തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു വ്യക്തമായ പത്രസമ്മേളനമൊക്കെ നടത്തി പോകാമായിരുന്നു. പിന്നെ ആരോപണം വന്നവർക്കെതിരെ അല്ലെ കേസ് വന്നവർക്കെതിരെ നടപടി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പോകാമായിരുന്നു. എന്തേ ഇങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ സംഘടന മലയാള സിനിമയിലെ അങ്ങനെ അനാഥനമാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊരു ചോദ്യം എനിക്കുമുണ്ട്. പക്ഷെ അവരുടെ ആഭ്യന്തര കാര്യമാണത്. മോഹൻലാലിനെ കണക്കൊക്കെയുള്ള വളരെ പരിണതപ്രജ്ഞനായ വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും അത് ചെയ്തത്. നമുക്ക് നോക്കിക്കാണാം എന്നാണ് എന്റെ അഭിപ്രായം. അത്രയും ഈ പ്രതിസന്ധി ഇപ്പോൾ നമുക്കറിയാം 18ഓളം കേസുകളാണ് ഇതിനകം കേരളത്തിലെ പല സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ നടന്മാർക്ക് എതിരെ നടിമാർ നൽകിയ പല കേസുകൾ അത്തരത്തിലുണ്ട്. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഇതിന് ഉദ്ദേശിച്ച റിസൾട്ട്, ഈ പരാതി നൽകിയ ഉദ്ദേശിച്ച റിസൾട്ട് ഇതിൽ ലഭ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് പരാതി ഞാൻ നൽകിയത് ഒരു ആരോപണമായിട്ടൊന്നും അല്ലല്ലോ. ഞാൻ വ്യക്തമായ കോടതിയുടെ വിധിപ്പകർപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ചുമ്മാതൊരു ആരോപണമോ അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ ചെയ്യാറുമില്ല. അതുകൊണ്ട് തന്നെ ഇത് സുപ്രീം കോടതിയുടെ വിധിപ്പകർപ്പും കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഫൈൻ അടച്ച ആളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സമിതിയിൽ വെക്കണോ എന്നുള്ളത് സർക്കാർ തീരുമാനിക്കട്ടെ. അതിനുശേഷം ഞാൻ പറയാം. ശരി, നന്ദി. ശ്രീ സംവിധായകൻ വിനയനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും രാജിയിൽ വിയോജിപ്പുണ്ടെന്ന് അറിയിച്ചാണ് യുവനടന്മാർ രംഗത്ത് വന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. തങ്ങളുടെ കൂടി അഭിപ്രായം കേൾക്കാതെയാണ് രാജിയിലേക്ക് ഒരു സമ്പൂർണ്ണ രാജിയിലേക്ക് ഈ സംഘടനയെ എത്തിച്ചത് എന്നുള്ള ഒരു വികാരം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. യുവനടന്മാരാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അവരിൽ പലരും മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. വിനു മോഹൻ നമ്മളോട് സംസാരിച്ചിരുന്നു. വിനു മോഹൻ പറഞ്ഞത് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു, ഒപ്പം സംഘടനാ മര്യാദ കൂടി പാലിച്ച് കുറെ കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. തിരിച്ചു വരാം.